അന്ധകാരനടിയിൽ പൊഴി മുറിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അഴിമുഖത്തും പൊഴിക്കും ഇടയിലുള്ള മണൽത്തിട്ട നീക്കം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ധകാരനടിയിലെ പൊഴി മുറിക്കുന്നതിന് മുന്നോടിയായി മണൽ നീക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നു. അഴിമുഖത്തെ മണൽത്തിട്ടയ്ക്ക് കിഴക്ക് ഭാഗത്ത് പൊഴിച്ചാലിൽ രൂപം കൊണ്ട മണൽത്തിട്ട മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പൊഴിച്ചാലിൽ ആഴം കൂട്ടി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാവുന്ന സ്ഥിതിയിലാക്കും. ഇതിനുശേഷമാകും പൊഴിമുറിക്കൽ നടക്കുക. 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് കരാറുകാരനായ സാബു പറഞ്ഞു. ഇത് 23-ാം തീയതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളൊരു JCB അത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രാഥമികമായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിയപ്പോൾ അഴി മുറിച്ച് കടലിലേക്ക് വിടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. അതിനാവശ്യമായ വെള്ളം ഇവിടെ ഹെഡപ്പ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പൊഴിച്ചാലിനകത്തുള്ള താഴ്ച കുറഞ്ഞ ഭാഗങ്ങളെല്ലാം മണ്ണ് മാറ്റി താഴ്ച കൂട്ടുന്ന നടപടിയാണ് ആരംഭിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വടക്കേ ഷട്ടറിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഭാഗത്ത് പൊഴിച്ചാലിൻ്റെ മധ്യത്തിലായിട്ട് വലിയൊരു മൺകൂന, അത് JCBക്ക് മുൻപ് എടുത്തു വെച്ചതും അല്ലാതെ അടിഞ്ഞതുമായിട്ടൊരു വലിയ മൺകൂന ഉണ്ടായിരുന്നു. ഈ സാധനം പോകാതെ വെള്ളം സുഗമമായിട്ട് കടലിലേക്ക് ഒഴുകി വരില്ല. അപ്പോൾ അത് നീക്കം ചെയ്യാൻ എന്ത് ചെയ്യാം? കാരണം പൊഴിച്ചാലിൻ്റെ നടുക്കായിപ്പോയി. അരികിൽ നിന്ന് ഏതാണ്ട് 20 മീറ്ററോളം നടുക്കോട്ട് മാറിയുള്ള ഈ വലിയ മൺകൂന, ഒരു ഏകദേശം 100-150 ലോഡ് മണ്ണ് എങ്ങനെ മാറ്റും എന്നുള്ളൊരു പ്രശ്നമാണ് എല്ലാവരുടെയും മുമ്പിലുണ്ടായിരുന്നത്. ഇതൊരു 2 ദിവസം കൊണ്ട് ഈ മണൽത്തിട്ട നീക്കം ചെയ്യാൻ പറ്റും. പൊഴി മുറിക്കൽ നമുക്ക് കിഴക്കൻ വെള്ളം വന്ന് മഴ ശക്തമായിട്ട് വന്ന് ഇവിടെ വെള്ളം ഹെഡപ്പ് ആകണം. ഇപ്പം നമ്മൾ മുറിച്ചാൽ കടലിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഇവിടെ ഹെഡപ്പ് ആകുന്ന ആ പൊസിഷൻ വരുമ്പോൾ നമ്മൾ പൊട്ടിച്ചങ്ങോട്ട് വിടും. കാരണം ജനങ്ങൾക്ക് വീടുകളിൽ വെള്ളം കയറി, മുറ്റത്ത് വെള്ളം കയറി, അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരുന്ന ആ സീനിലേ മാത്രമേ ഇത് അവിടെ പോവുള്ളൂ. കാരണം കടൽ വെള്ളം താഴണം, ഇവിടുത്തെ വാട്ടർ ലെവൽ പൊങ്ങണം. അങ്ങനത്തെ ഒരു ലൈൻ കിട്ടിയാലേ നമുക്ക് വെള്ളം അങ്ങോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടാവും. കിഴക്കൻ വെള്ളം പൊഴിയിലൂടെ എത്തി കടലിലേക്ക് ഒഴുകിപ്പോകാവുന്ന സ്ഥിതി എത്തുമ്പോഴാണ് പൊഴി മുറിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും മേൽനോട്ടം വഹിക്കുന്നു. വിൻമീഡിയ, ചേർത്തല. Naipunya Institute of Hotel Management, affiliated to University of Kerala. BMS Hotel Management, a 3-year degree program in hotel management. Our specialities: most modern practical labs in various divisions, front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, hostel facility for boys and girls, 6-month industrial exposure training in 5-star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Cherthala, Alappuzha.